ഇറാൻ കാരണം ട്രംപ് വലിയ കുഴപ്പത്തിലാണ്, വലിയ പ്രതിസന്ധിയിലുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നടക്കുന്ന പല നീക്കങ്ങളും ഇത് അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറാനെ അതിജീവിക്കാൻ പസഫിക് മേഖലയിൽ ഒരു നാടകീയ നീക്കം നടത്തിയിരിക്കുകയാണ് ട്രംപ്. പക്ഷേ അതും പാളാൻ തന്നെയാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ. എന്താണ് ആ നീക്കം? ഉത്തര കൊറിയൻ നേതാവ് കിമ്മിനോട് സൗഹൃദം കൂടുക. അതിനുവേണ്ടി ഏഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം തന്നെ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ട്രംപ്. ശനിയാഴ്ച കിമ്മുമായിട്ടുള്ള ഒരു പഴയ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ട്രംപ് കുറിച്ചത് ഇങ്ങനെയാണ്: ഈ ചിത്രത്തിൽ ഞങ്ങൾ ഗൗരവത്തിലാണ് കാണപ്പെടുന്നത് എങ്കിലും ഞങ്ങൾ ചിരിക്കുന്ന ഒട്ടേറെ ചിത്രങ്ങളുണ്ട്. കിമ്മും ഞാനും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ട്രംപ് അയൽ രാജ്യത്തോ ആ മേഖലയിലോ, ആ പസഫിക് മേഖലയിലോ വന്നാൽ മിസൈൽ വിട്ട് അതൃപ്തി പ്രകടിപ്പിക്കുന്ന നേതാവാണ് കിം ജോങ് ഉൻ. അമേരിക്കൻ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ആണവ മിസൈലുകൾ തുടർച്ചയായി പരീക്ഷിക്കുന്ന ആളുമാണ് കിം. മാത്രമല്ല, ഇറാനെ ട്രംപും നെതന്യാഹുവും ചേർന്ന് ആക്രമിച്ചപ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വിമർശിച്ച അപൂർവം ലോക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് കിം. കിമ്മും ഇറാനും തമ്മിൽ വലിയ സൗഹൃദമുണ്ട്, ആയുധ ഇടപാടുകളുമുണ്ട്, ഉത്തര കൊറിയയ്ക്ക് മേൽ അമേരിക്കയുടെ ഉപരോധങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കിമ്മിനെ പാട്ടിലാക്കാനാണ് ട്രംപ് ഇപ്പോൾ നോക്കുന്നത്. എന്താണ് ട്രംപിൻ്റെ ഈ നീക്കത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് ഇറാനുമായി ബന്ധപ്പെടുന്നത്? ട്രംപിൻ്റെ പുതിയ നീക്കത്തിന് പിന്നിലുള്ള ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 സാഹചര്യങ്ങൾ, അത് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. വാർത്തകളുടെ ഉള്ളറിയാം.